ഭാരതീയ രാഷ്ട്രീയത്തിന്റെ ഗതിമാറ്റങ്ങൾ പ്രവചനിതാതീതമാണെന്ന് പറയുന്നവർക്ക് മുന്നിൽ കൃത്യമായ പ്ലാനിങ്ങും തന്ത്രങ്ങളും ഉണ്ടെങ്കിൽ ഏതൊരു കോട്ടയും തകർക്കാമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് BJPയും NDA സഖ്യവും. രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ബീഹാറിലും ഒഡീഷയിലും നാം കണ്ടത് വെറുമൊരു വിജയമല്ല, മറിച്ച് പ്രതിപക്ഷ പാളയത്തെ അക്ഷരാർത്ഥത്തിൽ നാമാവശേഷമാക്കുന്ന ഒരു പടയോട്ടം തന്നെയാണ്. അമിത്ഷാ എന്ന രാഷ്ട്രീയ ചാണക്യന്റെയും നരേന്ദ്രമോദിയുടെയും കരുത്തുറ്റ നേതൃത്വത്തിന് കീഴിൽ NDA അണിനിരന്നപ്പോൾ അവിടെ തകർന്നടിഞ്ഞത് കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ വൻ മതിലുകളാണ്. സ്വന്തം MLA-മാരെ പോലും വിശ്വസിക്കാൻ കൊള്ളാത്ത അവസ്ഥയിലേക്ക് പ്രതിപക്ഷ കക്ഷികൾ കൂപ്പുകുത്തുമ്പോൾ ജനാധിപത്യത്തെ പണം കൊടുത്തു വാങ്ങിയെന്ന സ്ഥിരം പല്ലവി പാടി കോൺഗ്രസ് വീണ്ടും പരിഹാസ്യരാകുകയാണ്. രാഷ്ട്രീയം എന്നത് വെറുമൊരു ഭാഗ്യ പരീക്ഷണമല്ല, മറിച്ച് ഓരോ നീക്കവും ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള പോരാട്ടമാണെന്ന് BJP വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. നമുക്ക് ആദ്യം ബീഹാറിലെ സാഹചര്യങ്ങളൊന്ന് പരിശോധിക്കാം. രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ എപ്പോഴും മാറി മറയുന്ന ബീഹാറിൽ 5 സീറ്റുകളിലും NDA വിജയിച്ചു കയറിയത് അവിടുത്തെ പ്രതിപക്ഷമായ RJDക്കും കോൺഗ്രസിനുമേറ്റ ഏറ്റവും വലിയ പ്രഹരമാണ്. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ JDUവും BJPയും കൈകോർത്തപ്പോൾ അത് കേവലം ഒരു സഖ്യമല്ല, മറിച്ച് തകർക്കാൻ കഴിയാത്ത ഒരു ഉരുക്കുകോട്ടയായി മാറി. തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്കിടയിൽ നാം കണ്ടത് ഇന്ത്യ സഖ്യത്തിനുള്ളിലെ ദയനീയമായ വിള്ളലുകളാണ്. തങ്ങളുടെ കൂടെയുണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്ന MLA-മാർ പോലും NDAയുടെ വികസന നയങ്ങളിൽ ആകൃഷ്ടരായി അങ്ങോട്ടേക്ക് നീങ്ങിയപ്പോൾ തേജസ്വി യാദവിനും സംഘത്തിനും നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. തങ്ങളുടെ MLA-മാരെ ഭീഷണിപ്പെടുത്തിയെന്നും വാഗ്ദാനങ്ങൾ നൽകിയെന്നുമാണ് RJD ഇപ്പോൾ ആരോപിക്കുന്നത്. എന്നാൽ സത്യത്തിൽ സ്വന്തം അണികൾക്ക് പോലും വിശ്വാസമില്ലാത്ത ഒരു നേതൃത്വമായി പ്രതിപക്ഷം മാറി എന്നതാണ് യാഥാർത്ഥ്യം. സ്വന്തം വീട് കാക്കാൻ കഴിയാത്തവൻ അയൽക്കാരന്റെ വീടിനെ കുറിച്ച് പരാതിപ്പെടുന്നത് പോലെയാണ് ഇന്ന് ബീഹാറിലെ പ്രതിപക്ഷത്തിന്റെ അവസ്ഥ. ഏറ്റവും വലിയ രാഷ്ട്രീയ നാടകം അരങ്ങേറിയത് ഒഡീഷയുടെ മണ്ണിലാണ്. അവിടെ നടന്ന 4 സീറ്റുകളിലെ പോരാട്ടത്തിൽ BJPയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾ വിജയിച്ചത് സ്വാഭാവികമായി കാണാമെങ്കിലും BJP പിന്തുണച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി ദിലീപ് റായിയുടെ വിജയം പ്രതിപക്ഷത്തിന്റെ നെഞ്ചത്തേറ്റ കനത്ത പ്രഹരമാണ്. ഇവിടെയാണ് കോൺഗ്രസിന്റെ ദയനീയ അവസ്ഥ നാം കാണുന്നത്. കോൺഗ്രസ് BJD പാർട്ടികളിലെ MLA-മാർ തങ്ങളുടെ പാർട്ടിയുടെ വീപ്പ് ലംഘിച്ച ദിലീപ് റായ്ക്ക് വോട്ട് ചെയ്തു. ഇത് വെറും ഒരു വോട്ട് ചെയ്യലല്ല, മറിച്ച് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ അന്ത്യം കുറിക്കുന്നതിന്റെ സൂചനയാണ്. ദശരഥി ഗമാങ്, സോഫിയ ഫിർദൌസ്, രമേശ് ജന തുടങ്ങിയ പ്രമുഖരായ MLA-മാർ തന്നെ പാർട്ടി നിർദ്ദേശം തള്ളിക്കളഞ്ഞു. NDA പക്ഷത്തേക്ക് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എപ്പോഴും BJPയെ കുറ്റപ്പെടുത്തുക എന്നത് കോൺഗ്രസിന്റെ ഒരു ശീലമായി മാറിയിട്ടുണ്ട്. ഹരിയാനയിലും വോട്ടെണ്ണലിൽ തർക്കങ്ങൾ ഉന്നയിച്ച അവർ രംഗത്തെത്തി. MLA-മാരെ റിസോർട്ടുകളിൽ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ടും അവർ കൂറുമാറുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങളുണ്ടെന്നാണ്. BJP വൻ വിജയം ആഘോഷിക്കുമ്പോൾ കോൺഗ്രസ് ഓരോ ദിവസവും കൂടുതൽ ദുർബലമാവുകയാണ്. ജനാധിപത്യം അപകടത്തിലാണെന്ന് പറയുന്നവർ സ്വന്തം പാർട്ടിയിലെ ചോർച്ച ആദ്യം അടയ്ക്കണം. ഈ വിജയം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വലിയ കരുത്ത് നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സ്വന്തം MLA-മാരെ ഒരുമിച്ച് നിർത്താൻ പോലും ശേഷിയില്ലാത്ത ഒരു നേതൃത്വമായി കോൺഗ്രസ് മാറിക്കഴിഞ്ഞു. MLA-മാർ BJPയിലേക്ക് പോകുന്നത് പണം കണ്ടിട്ടാണെന്ന് പറയുന്ന കോൺഗ്രസ് എന്തുകൊണ്ടാണ് പതിറ്റാണ്ടുകളായി കൂടെ നിന്നവർ പോലും പാർട്ടിയെ ഉപേക്ഷിക്കുന്നതെന്ന് ചിന്തിക്കുന്നില്ല. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനപ്രതിനിധികളെ റിസോർട്ടുകളിൽ പൂട്ടിയിടേണ്ടി വരുന്നത് കോൺഗ്രസിന്റെ വലിയ പരാജയം തന്നെയാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്തയച്ചവർക്ക് പാർട്ടിയോട് കൂറില്ലെങ്കിൽ പിന്നെ ആ പാർട്ടിക്ക് എന്ത് നിലനിൽപ്പാണുള്ളത്? വോട്ട് ചോർച്ച തടയാൻ റിസോർട്ടുകൾ പോരാ, മറിച്ച് ശക്തമായ ഒരു നേതൃത്വമാണ് വേണ്ടതെന്ന സത്യം കോൺഗ്രസ് ഇപ്പോഴും തിരിച്ചറിയുന്നില്ല. ബീഹാറിലും ഒഡീഷയിലും കണ്ടത് പ്രതിപക്ഷ സഖ്യത്തിലെ വിള്ളലുകൾ തന്നെയാണ്. സഖ്യകക്ഷികളായ RJDയും കോൺഗ്രസും തമ്മിൽ പോലും പരസ്പര വിശ്വാസമില്ല. പരസ്പരം കാലുവാരുന്ന ഒരു കൂട്ടം പാർട്ടികൾ ചേർന്ന് BJPയെ നേരിടാൻ ഇറങ്ങുന്നത് ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഒരു കാലത്ത് രാജ്യത്തെ നയിച്ചിരുന്ന പാർട്ടി ഇന്ന് വെറും ഗ്രൂപ്പ് കളികളിലും പടലപ്പിണക്കങ്ങളിലും ഒതുങ്ങിപ്പോയി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനു പകരം തങ്ങളുടെ MLA-മാരെ എങ്ങനെ പിടിച്ചു നിർത്താമെന്ന് മാത്രമാണ് കോൺഗ്രസ് ചിന്തിക്കുന്നത്. ഈ ആദർശമില്ലായ്മയാണ് കോൺഗ്രസിനെ രാഷ്ട്രീയത്തിന്റെ പടുകുഴിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു പല്ലവിയുണ്ട്: വോട്ടിംഗ് മെഷീൻ തകരാറിലാണ്. ജയിക്കുമ്പോൾ വോട്ടിംഗ് മെഷീൻ നല്ലതാണ്, എന്നാൽ തോൽക്കുമ്പോൾ അത് BJPയുടെ കയ്യിലെ കളിപ്പാട്ടമാണ് എന്നതാണ് കോൺഗ്രസ് ലൈൻ. എന്നാൽ ബീഹാറിലും ഒഡീഷയിലും ഇപ്പോൾ നടന്നത് വോട്ടിംഗ് മെഷീന്റെ പ്രശ്നമല്ല, മറിച്ച് കോൺഗ്രസിന്റെ തന്നെ വോട്ട് ചോർച്ചയാണ്. നമ്മുടെ പപ്പുമോൻ കുറച്ചു നാളുകൾക്ക് മുമ്പ് രാജ്യം മുഴുവൻ നടന്ന് ഒരു ജാഥ നടത്തിയിരുന്നല്ലോ.
വോട്ട് ചോരാതിരിക്കാനും ജനങ്ങളെ ഒന്നിപ്പിക്കാനും വേണ്ടിയാണ് ആ നടത്തം. പക്ഷേ നടന്ന വഴിയിലൊക്കെ വോട്ട് ചോരുകയാണ് ചെയ്തതെന്ന് ഇനിയെങ്കിലും അദ്ദേഹം തിരിച്ചറിയണം. സ്വന്തം MLA-മാരുടെ മനസ്സുപോലും ഒന്നിപ്പിക്കാൻ കഴിയാത്ത പപ്പുമോൻ നാട് മുഴുവൻ നടന്നിട്ട് എന്ത് കാര്യമാണുള്ളത്? ബീഹാറിൽ 5 സീറ്റും പോയി, ഒഡീഷയിൽ MLA-മാർ മറുകണ്ഠം ചാടി. ഇതിനൊക്കെ ഇനി ഏത് വോട്ടിംഗ് മെഷീനെയാണ് നിങ്ങൾ കുറ്റം പറയുക? സ്വന്തം ജനപ്രതിനിധികൾ പാർട്ടി വീപ്പ് ലംഘിച്ച NDAക്ക് വോട്ട് ചെയ്യുമ്പോൾ അതിനെ ജനാധിപത്യം അട്ടിമറിച്ചു എന്ന് വിളിക്കുന്നത് തോൽവി സമ്മതിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ്. രാഹുൽ ഗാന്ധിയും കൂട്ടരും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് വോട്ടിംഗ് മെഷീൻ നോക്കിയല്ല, മറിച്ച് വികസനം നടപ്പിലാക്കുന്ന കരുത്തുള്ള നേതൃത്വത്തെ നോക്കിയാണ്. വോട്ട് ചോർച്ച തടയാൻ ജാഥയല്ല വേണ്ടത്, മറിച്ച് പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ തീർക്കാനുള്ള ആർജവമാണ്. ഇനിയെങ്കിലും പപ്പുമോൻ ആ പഴയ വോട്ടിംഗ് മെഷീൻ പരാതി മാറ്റിവെച്ച് എന്തുകൊണ്ടോ സ്വന്തം പാർട്ടിക്കാർ തന്നെ വിശ്വസിക്കുന്നില്ല എന്ന് ചിന്തിക്കാൻ തയ്യാറാകണം. രാജ്യത്ത് നിർണായകമായ തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴും സ്വന്തം പാർട്ടിയിലെ MLA-മാർ മറുകണ്ഠം ചാടുമ്പോഴും രാഹുൽ ഗാന്ധി എവിടെയാണെന്ന് ആർക്കും അറിയില്ല. രാഷ്ട്രീയം എന്നത് ഒരു മുഴുവൻ സമയ ഉത്തരവാദിത്തമാണ്, അല്ലാതെ തോന്നുമ്പോൾ വന്ന് പ്രസംഗിച്ചിട്ട് പോകേണ്ട ഒന്നല്ല. നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തേണ്ട സമയത്ത് വിദേശ യാത്രകളിലും അവധിക്കാല ആഘോഷങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് മോദിയെയും അമിത്ഷായെയും പോലുള്ള കരുത്തരായ നേതാക്കളെ നേരിടാൻ കഴിയുന്നത്? തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല. തോൽവിയുടെ പഴി ഒന്നെങ്കിൽ EVM-ന്, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക്, അതുമല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക്. സ്വന്തം പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ തീർക്കാനോ അടിത്തട്ടിൽ പാർട്ടിക്ക് ജീവൻ നൽകാനോ കഴിയാത്ത നേതാവ് വെറും പ്രസംഗങ്ങൾ കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ നോക്കുകയാണ്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പോലും പാർട്ടി വിട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള വിശ്വാസമില്ലായ്മ തന്നെയാണ് ഇതിലെ പ്രധാന കാരണം. സ്വന്തം അണികൾക്കും MLA-മാർക്കും പോലും വിശ്വാസമില്ലാത്ത ഒരാളെ എങ്ങനെയാണ് രാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കുക? ഓരോ തിരഞ്ഞെടുപ്പിലും വോട്ട് കുറയുമ്പോഴും പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിയെ പോലെയാണ് രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നത്. പ്രസംഗങ്ങളിൽ വലിയ ആദർശങ്ങൾ പറയുമെങ്കിലും പ്രവൃത്തിയിൽ അത് കാണാറില്ല. ജനാധിപത്യം അപകടത്തിലാണെന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി വിലപിക്കുന്നതിന് പകരം സ്വന്തം സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനാണ് അദ്ദേഹം ശ്രമിക്കേണ്ടത്. ബീഹാറിലും ഒഡീഷയിലും സ്വന്തം MLA-മാരുടെ കൂറുമാറ്റം തടയാൻ കഴിയാത്ത രാഹുൽ ഗാന്ധി വലിയ വിജയങ്ങളെ കുറിച്ച് സ്വപ്നം കാണുന്നത് തന്നെ വലിയ തമാശയാണ്. NDAയുടെ വിജയം ആഘോഷിക്കുമ്പോൾ തോൽവിയിൽ നിന്ന് പാഠം പഠിക്കാത്ത പ്രതിപക്ഷം ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇന്ത്യയുടെ ഭാവി വികസനത്തിന്റേതാണ്. അത് ഉറപ്പുവരുത്താൻ കരുത്തുള്ള ഒരു നേതൃത്വം രാജ്യത്തിനുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ താമര വിരിയുന്നതിനും പ്രതിപക്ഷ പാളയങ്ങൾ തകരുന്നതിനും നാം സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. നരേന്ദ്രമോദി എന്ന പേര് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വിജയത്തിന്റെ പര്യായമാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് MLA-മാർ പോലും NDAക്ക് വോട്ട് ചെയ്യുന്നത്? അത് മോദിയുടെ വികസന രാഷ്ട്രീയത്തിലുള്ള വിശ്വാസം കൊണ്ടാണ്. 10 മിനിറ്റ് പ്രസംഗിച്ചാൽ ജനഹൃദയങ്ങൾ കീഴടക്കാൻ കഴിയുന്ന മറ്റൊരു നേതാവ് ഇന്ന് ഇന്ത്യയിലില്ല. തന്റെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാനും അദ്ദേഹം നടത്തുന്ന പരിശ്രമങ്ങൾക്കുള്ള അംഗീകാരമാണ് ഈ വമ്പിച്ച വിജയങ്ങൾ. പ്രതിപക്ഷം സ്വപ്നം കാണുന്നതിന് മുന്നേ 3 ചുവട് മുമ്പേ ചിന്തിക്കുന്ന ഒരാളാണ് അമിത്ഷാ. ബീഹാറിലും ഒഡീഷയിലും നമ്മൾ കണ്ടത് ആ ചാണക്യ തന്ത്രത്തിന്റെ വിജയമാണ്. അമിത്ഷാ ഒരു തന്ത്രം മെനഞ്ഞാൽ അത് പാളിപ്പോകില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. വെറുതെ പ്രസംഗിക്കുകയല്ല, മറിച്ച് ഓരോ ബൂത്തിലും ഓരോ വോട്ടിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച വിജയത്തിലേക്ക് പാർട്ടിയെ നയിക്കുന്ന അദ്ദേഹത്തിന്റെ രീതി ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും പഠിക്കേണ്ട ഒന്നാണ്. മോദിയുടെ ജനപ്രീതിയും അമിത്ഷായുടെ സംഘടനാ പാഠവും ഒന്നിക്കുമ്പോൾ അവിടെ വിജയം നിശ്ചയമാണ്. പ്രതിപക്ഷം വെറുപ്പും വിദ്വേഷവും പ്രചരിക്കുമ്പോൾ വികസനവും കൃത്യമായ ആസൂത്രണവുമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു വശത്ത് പപ്പുമോൻ ജാഥ നടത്തി സമയം കളയുമ്പോൾ മറുവശത്ത് ഈ അമിത്ഷായും മോദിയും നിശബ്ദമായി പ്രവർത്തിച്ച് രാജ്യത്തിന്റെ ഓരോ കോണിലും താമര വിരിയിക്കുകയാണ്. ഇവരുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇന്ന് ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ നേതാവിനും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ബീഹാറിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിയതായാലും ഒഡീഷയിലെ അപ്രതീക്ഷിത വിജയമായാലും ഇതിന് പിന്നിൽ മോദി ഷാ കൂട്ടുകെട്ടിന്റെ മാസങ്ങൾ നീണ്ട കഠിനാധ്വാനമുണ്ട്. പ്രതിപക്ഷം റിസോർട്ടുകളിൽ MLA-മാരെ പൂട്ടിയിടുമ്പോൾ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചാണ് BJP ജയിച്ചു കയറുന്നത്. ഇന്ത്യയുടെ വരുംകാല രാഷ്ട്രീയവും ഈ കരുത്തുറ്റ നേതൃത്വത്തിന് കീഴിൽ സുരക്ഷിതമാണെന്ന ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ അടിവരയിടുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.